ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പേര് കേട്ട വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പേരോ പ്രശസ്തിയോ കുറയാത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം വന്നിട്ട് യേശുവിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ചത് ജോൺ ബുനിയൻ എന്ന ഒരു ഇംഗ്ലീഷുകാരനെ കുറിച്ചാണ്. ഒരു റൈറ്ററാണ്, ഓതറാണ്, പ്രീച്ചറാണ്, ഇവാഞ്ചലിസ്റ്റാണ്. നിങ്ങളിൽ പലരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കാം, ഒരു പക്ഷേ കേട്ടിട്ടില്ലായിരിക്കാം. അദ്ദേഹം ജീവിച്ചിരുന്നത് ആക്ച്വലി 16th സെഞ്ച്വറിയിൽ തന്നെ നമുക്ക് പറയാം. അതായത് 1678 1678 1674 അദ്ദേഹം ജനിച്ചു. 1684 മരിക്കുകയും ചെയ്തു. 59 years he lived in this world. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞതായ ഈ ജോൺ ബുനിയൻ എന്ന് പറയുന്ന അദ്ദേഹം എവിടെ ജനിച്ചു എന്ന് ചോദിച്ചെന്നാൽ അദ്ദേഹം ഒരു വില്ലേജ്, ബുനിയൻ കെയിം ഫ്രം എ വില്ലേജ് ഓഫ് എൽസ്റ്റോ നിയർ ബെഡ്ഫോർഡ്. അതായത് UK ലണ്ടനിൽ ഒരു വില്ലേജിലാണ്, ഗ്രാമത്തിൽ ജനിച്ചു. അത് ബെഡ്ഫോർഡ് എന്ന് പറയുന്ന സിറ്റിക്ക് അടുത്തായിട്ടാണ്. അദ്ദേഹം ഒരു സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ ആ കാലത്ത് ഇങ്ങനെ കമ്പൽസറി ആയിട്ട് സൈന്യത്തിൽ ചേരുന്ന, അതായത് സ്കൂൾ മിലിറ്ററി എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ അന്നുണ്ടായിരുന്നു. അവർ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്രയോ വർഷം കമ്പൽസറി ആയിട്ട് അതിന് ചേരുമായിരുന്നു. മിലിറ്ററി സർവീസ് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് തൻ്റെ പിതാവിൻ്റെ തൊഴിലിനോടൊപ്പം ആ ബിസിനസ് ചെയ്ത് ജീവിച്ച് വരുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് കേൾക്കുവാനും അതുപോലെ തന്നെ റിലീജിയസ് മാറ്റേഴ്സിലൊക്കെ താല്പര്യം വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഏറ്റവും നല്ല ഒരു മിഷണറി, അതായത് പ്രവർത്തനങ്ങളിലായി ചർച്ചിൽ ചേർന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷം ചർച്ചിൽ കുടുംബമായിട്ട് സർവീസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു നല്ല പ്രീച്ചറായി സർവീസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് പ്രസംഗിക്കാനൊക്കെയും യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അന്ന് ക്രിസ്തീയമായിട്ടുള്ള രീതിയിലേക്കൊന്നും അന്ന് ഇംഗ്ലണ്ടൊന്നും അത്രമാത്രം വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മൊണാർക്ക് അവർ വന്നിട്ട് വീണ്ടും മൊണാർക്കി പവറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയും ഒരു 12 വർഷം പ്രിസണിൽ ഇടുകയും ചെയ്തു. അദ്ദേഹത്തിനോട് പറയുന്നത്, ഇനി മേലാൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടയക്കാമെന്ന് പറയും. എന്നാൽ 12 years അദ്ദേഹം അവിടെ ജയിലിൽ തന്നെ, പ്രിസണിൽ തന്നെ താമസിക്കുകയാണ് ചെയ്ത്, വെളിയിലേക്ക് പോയില്ല. ആ സമയത്ത് അദ്ദേഹം ഒരു ബുക്ക് എഴുതുവാനായിട്ട് ഇടയായി. അതായത് പിലിഗ്രിംസ് പ്രോഗ്രസ്, മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ പരദേശി മോക്ഷയാത്ര എന്നാണ്. അപ്പോൾ ജോൺ ബുനിയൻ്റെ ആ പുസ്തകം അദ്ദേഹം ജയിലിലിരുന്ന് 2 ഭാഗമായിട്ടാണ് എഴുതിയിരുന്നത്. അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് അത് അദ്ദേഹം വെളിയിൽ വന്നതിന് ശേഷം അത് 2 ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷെങ്കിൽ വർഷങ്ങൾ ജയിലിൽ നിന്ന് വെളിയിൽ വന്ന ശേഷം അദ്ദേഹം വീണ്ടും വളരെ കംഫർട്ടായിട്ട് കുറച്ച് കാലം ഇത് പോപ്പുലറായിട്ട് ഒക്കെയും ജീവിച്ചു. ഓതറായിട്ടും പ്രീച്ചറായിട്ടും പാസ്റ്ററായിട്ടും അദ്ദേഹം ബെഡ്ഫോർഡിൽ മീറ്റിങ്ങുകളൊക്കെയും കണ്ടക്ട് ചെയ്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രീച്ചറായിട്ട് മാറി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹത്തെ ഒരു ഷോർട്ട് ടേമിന് പ്രിസണിലിടുകയുണ്ടായി. ഇതൊക്കെയും യേശുവിന് വേണ്ടി, യേശുവിനെക്കുറിച്ച് സംസാരിച്ചതിന് മൂലമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് അദ്ദേഹം എന്തായി എന്ന് ചോദിച്ചാൽ, ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത് സാധിച്ചില്ല എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ
ഒരിക്കൽ ലണ്ടനിലുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് സുഖമില്ലാതാകുകയും ലണ്ടനിലെത്തിയ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതായത് ആ ജേർണി കഴിഞ്ഞ് ലണ്ടനിലേക്കുള്ള ജേർണിയിലാണ് സുഖമില്ലാണ്ടായത്. 59 ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ ബൺഹിൻ ഫീൽഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ അവിടെ ബറി ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം, അതായത് പിലിഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള ആ പുസ്തകം പിന്നീടത് പബ്ലിഷ് ചെയ്തു. അതും വന്നിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് പബ്ലിഷ്ഡ് ബുക്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള പ്രസിദ്ധി നേടുവാനായിട്ടിടയായി. 1300 എഡിഷൻസ് അത് പ്രിൻ്റ് ചെയ്തു. അതേപോലെ തന്നെ 1938 അതായത് അദ്ദേഹം മരിച്ച് 250 ഇയേഴ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം അത്രമാത്രം ഫേമസ് ആയിട്ട് അത് പല ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്തു. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഒരു പുസ്തകം ഇങ്ങനെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അതെന്ന്. അതുപോലെ തന്നെ ഒരു അവസരത്തിൽ ബൈബിളിനെ കഴിഞ്ഞും കൂടുതൽ കോപ്പികൾ വിൽക്കുകയും അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ അത്രയും പ്രസിദ്ധി നേടുകയും ചെയ്യുവാനും ഒരു സമയത്ത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എന്താണ് ഇത്രമാത്രം അത് പ്രസിദ്ധി നേടുവാനായിട്ട് ഉണ്ടായ കാരണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, വൈ ഈസ് പിലിഗ്രിംസ് പ്രോഗ്രസ് സോ പോപ്പുലർ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അത് വന്നിട്ട് ആ ബുക്ക് റിലീജിയസ് അലഗറി ബൈ ദ ഇംഗ്ലീഷ് റൈറ്റർ ജോൺ ബുനിയൻ പബ്ലിഷ്ഡ് ഇൻ 2 parts. അതിൽ അദ്ദേഹത്തിൻ്റെ ആ വർക്ക് വന്നിട്ട് ആക്ച്വലി അതൊരു സിംബോളിക് വിഷൻ ഓഫ് ദി ഗുഡ് മാൻസ് പിലിഗ്രിമിങ് ത്രൂ ലൈഫ്, പിലിഗ്രിമേജ് ത്രൂ ലൈഫ്. അതായത് ഒരു നീതിമാനായ മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു വിഷൻ, അതായത് ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതയാത്ര, മോക്ഷയാത്ര ഈ അവൻ്റെ ഓൺ ലൈഫിൽ കൂടെ നടക്കുന്ന പോലെയുള്ള ഒരു ചിത്രീകരണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത് വളരെയധികം ആൾക്കാരുടെ ഇടയിൽ അത് പ്രസിദ്ധി നേടി. അത് വന്നിട്ട് മോസ്റ്റ് ഫേമസ് ക്രിസ്ത്യൻ അലഗറി സ്റ്റിൽ ഇൻ പ്രിൻ്റ് എന്നുള്ളതാണ്. ഇന്നും പ്രിൻ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് പിലിഗ്രിംസ് പ്രോഗ്രസ്. അങ്ങനെ ജോൺ ബുനിയൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. ദൈവത്തിന് വേണ്ടി ഉള്ള മീറ്റിങ്ങിന് പോകുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുവാനിടയായത്. സുഖമില്ലാതെ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലുള്ള ചർച്ചുകൾ, അതുപോലെ തന്നെ വേറെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം മരിച്ച ദിവസം വന്നിട്ട് അതായത് 31 ഓഗസ്റ്റ് 1688 മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനം വന്നിട്ട് 1628 അപ്പോൾ ആ മരണ ദിവസത്തെ ഒരു ഫീസ്റ്റായിട്ടൊക്കെയും ചില അത് ലണ്ടനിലുള്ള അതായത് പല അവരുടെ സഭയിലൊക്കെയും അനുഷ്ഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രീസ്റ്റായിട്ട് അതൊരു ഫീസ്റ്റായിട്ട് മെമ്മോറിയലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബുനിയൻ്റെ പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1989 അതായത് 1989 എനിക്ക് മാരാമൺ കൺവെൻഷനിൽ നിന്നും ഇതിൻ്റെ മലയാള കോപ്പിയായ പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം വാങ്ങിക്കുവാനിടയായി. ഞാൻ നേരിട്ട് പോയല്ല, വേറൊരു ആളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അതിന് പണം കൊടുത്ത് വാങ്ങിപ്പിച്ചു. അത് ഞാൻ വായിച്ചു. ജീവിതത്തിൽ വളരെ അധികം ധൈര്യം തരുന്നതും നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു പുസ്തകമാണത്, പരദേശി മോക്ഷയാത്ര. ഞാനത് പലർക്കും വായിക്കാൻ കൊടുത്ത അവസാനം എനിക്ക് ആ പുസ്തകം തിരികെ കിട്ടിയില്ല. അത് വായിക്കാൻ കൊണ്ടുപോയി ആരോ അവരുടെ കരസ്ഥമാക്കുകയാണ് ചെയ്തത്. പിന്നീട് വർഷങ്ങൾ
ഞാനത് തേടി ആ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി. പക്ഷേങ്കിൽ ഇതുവരെ എനിക്കൊരു കോപ്പി കിട്ടിയില്ല. ഒരു 12 വർഷം മുമ്പ് ഞാൻ ഇവിടെ OM പബ്ലിക്കേഷനിൽ പോയി അവിടെ അന്വേഷിച്ചു ബാംഗ്ലൂരിൽ. അപ്പം അവരും പറഞ്ഞ് മലയാളം പുസ്തകം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ജോൺ ബിനിയൻ്റെ അത് ഈ ചെറിയൊരു ഇംഗ്ലീഷിലുള്ള ഈ പിലിഗ്രിം പ്രോഗ്രസ് എന്നുള്ള വളരെ വളരെ ചെറിയതായിട്ടുള്ള ചെറിയൊരു പുസ്തകം, ഒരു മെയിൻ പോയിൻറ്റ്സ് മാത്രമുള്ള അങ്ങനെ ഒരു പുസ്തകം കിട്ടി. അത് ഓർമ്മയ്ക്ക് വേണ്ടി അത് വാങ്ങിച്ചു വെച്ചു, മക്കൾക്ക് വായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചെറിയ പുസ്തകമാണ്. അങ്ങനെ എനിക്ക് ആ പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം നഷ്ടപ്പെട്ടു. എവിടെയെങ്കിലും കിട്ടിയാലൊരു കോപ്പി അത് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാനൊരു നല്ല കാര്യം ചെയ്തു. അത് വായിച്ച സമയത്ത് ഞാൻ ഡയറിയിൽ അതിൻ്റെ റിവ്യൂസ് എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം അത് റിവ്യൂ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെ കേൾക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു ദിവസം ആശംസിക്കുകയും നിങ്ങളും ഇതുപോലെ തന്നെ നല്ല നല്ല പുസ്തകങ്ങൾ, അതായത് പ്രത്യേകിച്ച് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയുടെ നമ്മൾക്ക് അത് വായിക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഐഡിയാസ് മാത്രമല്ല, ഐഡിയാസ് എന്നല്ല, നമ്മളെ തന്നെ നമ്മൾക്ക് ശക്തിപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പാൻ ഇടയാക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാവർക്കും ബായ് പറയുന്നു. എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പ്ലീസ്.